മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകലതലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകടിപ്പിക്കും. ശക്തനായ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയജ്ഞാനത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തനാക്കി. സമ്പന്നരെ വെറുകയോടെ പുനരയിച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സ്മൃതികളോടും എന്നേക്കുമായി ചില വാഗ്ദാനം അനുസ്മരിച്ചു തന്നെ. ജൂലൈ വർഷം സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, മതപരന്മാരെ, നമ്മളെല്ലാവരും വലിയ സന്തോഷത്തോടു കൂടി ഈ ദേവാലയത്തിൽ ഈ പ്രബന്ധ ബലിയുടെ മധ്യേ ദൈവം നമുക്ക് നൽകിയ സ്വർഗീയ സമ്മാനമായ ഈ സന്യാസത്തിന്റെ ജൂബിലി ആഘോഷിക്കുന്ന എൽജിറ്റാമയെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്ന സമയമാണ്. തീർച്ചയായിട്ടും ഈ 50 വർഷം കടന്നുപോയി. 40 വർഷത്തിന്റെ സുന്ദരമായ ഓർമ്മകളുമായിട്ടായിരിക്കും എൽജിറ്റാമ ഇന്ന് ഈ വിശുദ്ധ ബലി മധ്യയെ സന്നിഹിതയായിരിക്കും ഞാൻ കരുതുകയാണ്. നമ്മുടെ വീട്ടിലെ സംബന്ധിച്ചിടത്തോളം ഈ സന്യാസ ജീവിതത്തിന്റെ വഴികളിലൂടെ നമുക്ക് നല്ല ഓർമ്മകൾ സമ്മാനിക്കപ്പെട്ടിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് നമ്മൾ ഈ എൽജിറ്റാമയുടെ ജൂബിലി ആഘോഷിക്കാൻ ഈ ആഘോഷത്തെ പരിശുദ്ധ കുർബാനയുടെ മധ്യയെ അനുസ്മരിച്ച് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളെയും ചേർത്ത് പിടിക്കാനായിട്ട് നാം പരിശ്രമിക്കുകയും ചെയ്തു. മത്തായിയുടെ സുവിശേഷത്തിന്റെ 18-ാം അധ്യായം 27-ാം വാക്യത്തില് ശിഷ്യന്മാര് ഈശോയോട് അടുത്ത് എത്തിയിട്ട് ഈശോയോട് പറഞ്ഞ കാര്യമാണ്, കർത്താവ് എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ നിന്നെ അനുഭവിച്ചു. അവരവരുടെ ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ അവർ ഈശോയോട് അടുത്തു നിന്ന് പറയുന്ന ഒരു കാര്യമാണ്, എല്ലാം ഉപേക്ഷിച്ച്. നമുക്കറിയാം ഈ വിളിയുടെ ആരംഭത്തിൽ ഈ ശിഷ്യന്മാര് എത്രമാത്രം അവരുടെ ജോലികളിൽ വ്യാപൃതരായിരുന്നു. ആ വ്യാപൃതരായിരുന്നവരുടെ അടുത്ത് ഈശോ സ്നേഹത്തോടെ ഒന്ന് ക്ഷണിച്ചപ്പോൾ, ഞാൻ നിങ്ങളെ ഭക്ഷിക്കപ്പെട്ടിരിക്കുന്നവരാണെന്ന് പറഞ്ഞപ്പോൾ അവരെടുത്ത് വലിയ തീരുമാനമാണ്, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് കർത്താവെ നിന്നെ ഞങ്ങൾ അനുഗമിച്ചു. പക്ഷേ ഇന്ന് എൽജിറ്റാമ ഈ ജൂബിലി ആഘോഷത്തിന്റെ ഈ സമയത്ത് 50 വർഷം കഴിയുമ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു ചിന്ത ഉള്ളിൽ ദൃഢമാകുന്നുണ്ട്. എങ്കിലും എല്ലാം ഉപേക്ഷിച്ച് ഞാൻ എന്നെ അനുഗമിച്ചു. ഈ ഒരു നിമിഷം കർത്താവിന്റെ എത്രമാത്രം കുർബാന നമുക്ക് കിട്ടുന്നുണ്ട്. അബ്രാഹത്തെ ദൈവം വിളിക്കുമ്പോൾ അബ്രാഹത്തോട് പറയുന്നത്, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോകുക. ആ ദേശത്ത് പോയി അബ്രാഹം നിലയുറപ്പിച്ചു. അവിടെ അദ്ദേഹം പടുത്തുയർത്തിയ സംവിധാനങ്ങൾ വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടാൻ വേണ്ടി അദ്ദേഹം ആ ഒരു ജനത്തിന് കൊടുത്ത നേതൃത്വം, ഇതെല്ലാം യഥാർത്ഥത്തിൽ അബ്രാഹത്തിന് ലഭിച്ചത് ഈശോ പറഞ്ഞ് ദൈവം പറഞ്ഞത് കേട്ടിട്ട് അദ്ദേഹം പോയതുകൊണ്ട്. ആ പോയ വഴികളിൽ അദ്ദേഹം വിശ്വസ്തനായിരുന്നു. ദൈവത്തോട് മറുതലിക്കാൻ ഒരിക്കലും അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം കാത്തിരിക്കാൻ തയ്യാറായി. ദേശത്തെ വിട്ടു പോവുക, നിന്റെ സന്തതികളെ ഞാൻ അനുഗ്രഹിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടും പ്രായമേറെയായിട്ടും ഒരിക്കലും അബ്രാഹത്തിന് ഇതൊന്നും ലഭിക്കുന്നില്ല. പക്ഷെ അവിടെയല്ല, അബ്രാഹം എത്രമാത്രം വിശ്വസ്തത പുലർത്തി ദൈവത്തോട് ചേർന്നത്. പക്ഷെ ഇന്ന് എൽജിറ്റാമയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും ഈ ഒരു അനുഭവത്തിലേക്കാണ്. എല്ലാം വിട്ട് ദേശം വിട്ടു പോവുക എന്ന് പറഞ്ഞു ദൈവം പറഞ്ഞത് കേട്ട് പോയി ഈ പ്രാപ്തിയിൽ എത്തുമ്പോൾ പക്ഷേ എൽജിറ്റാമയുടെ സന്യാസ ജീവിതത്തിന്റെ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നീണ്ട വർഷം ഈ സന്യാസ സമൂഹത്തിൽ വലിയ അനുഗ്രഹത്തിന്റെ പ്രൊഫഷണൽ കൗൺസിൽ അംഗമായിരുന്നു. അതുപോലെ തന്നെ സോഷ്യൽ സർവീസ് മേഖലകളിൽ ഒരുപാട് പ്രാഗൽഭ്യം തെളിയിച്ചു. അതുപോലെ യുവതയുടെ പ്രിപ്പറേഷൻ കോഴ്സിന്റെ ക്ലാസ്, അങ്ങനെ വിവിധമായ ക്ലാസ്സുകളൊക്കെ എടുത്ത്
ഒരുപക്ഷെ പ്രതിസന്ധികളുടെ നടുവിലെല്ലാം അബ്രാഹാം ചെയ്തതുപോലെ പ്രത്യാശ നഷ്ടപ്പെടുന്ന ഇടങ്ങളിലെല്ലാം ദൈവത്തെക്കുറിച്ച് ഓർമ്മിക്കാൻ ഓർമ്മിപ്പിക്കാൻ സാധിച്ചതെന്നുള്ളത്. അതുകൊണ്ടാണ് ഈ സന്യാസത്തിന്റെ സന്തോഷം ഇന്ന് നമുക്ക് ആഘോഷിക്കാൻ പറ്റും. അത് വലിയ ആഘോഷമല്ല. ഇത് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം മറിയത്തിന്റെ മാഗ്നിഫിക്കാത്ത മറിയം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്കറിയാവുന്നതുപോലെ ജനത വലിയ സങ്കടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഒരു വലിയൊരു രക്ഷകനെ പ്രതീക്ഷിച്ചിരിക്കുന്നു. അവരനുഭവിച്ച അടിമത്തം അവരെ ഒത്തിരി പ്രതീക്ഷിക്കുന്നവരാക്കി. അവരുടെ പഴയ നിയമ പ്രവാചക ഗ്രന്ഥങ്ങളിലെല്ലാം നിങ്ങളെ രക്ഷിക്കാനുള്ള രക്ഷകൻ വരുമെന്നുള്ള വിശ്വാസത്തിൽ പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ വലിയ നിരാശയ്ക്ക് അവർക്കുണ്ടായിരുന്നു. ഒത്തിരി അടിമത്തം എല്ലാ തരത്തിലും മറ്റുള്ളവർ അവരെ കീഴ്പ്പെടുത്തി. അവരുടെ രാജ്യം പോലും അവർക്ക് നഷ്ടപ്പെട്ടു. ജെറുസലേം ദേവാലയം അവർക്ക് നഷ്ടമായി. ഇങ്ങനെ ഒരുപാട് അസ്വസ്ഥതകളുടെ നടുവിലാണ് ഈ മറിയത്തിന് ഒരു മാഗ്നിഫിക്കാത്ത മറിയത്തോട് ദൈവം പറയുകയാണ്. ദൈവദൂതൻ കൊണ്ട് പറയാം, നീ ഗർഭിണിയാകും, ഒരു പുത്രനെ പ്രസവിക്കും, മുനീശ്വരന് പേരണം, അവന് അനേകരുടെ ഉയർച്ചയ്ക്കും കാഴ്ചയ്ക്കും കാരണമാകും. ഇവിടെ മറിയം പറഞ്ഞ മാഗ്നിഫിക്കാത്ത ഒരു പ്രതിസന്ധിയുടെ നടുവിൽ ഈ യഹൂദ ജനതയ്ക്ക് ഒരു പ്രത്യാശ കൊടുക്കാൻ പറ്റുന്ന ഒരു നിമിഷമായിട്ട് അത് മാറുകയാണ്. ഒരുപക്ഷെ ഞാൻ കരുതുകയാണ് ഈ തന്റെ ദൈവവിളിയുടെ പ്രാരംഭ നിമിഷങ്ങൾ ഇതുപോലൊരു നിമിഷത്തിലാണ് ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിൽ ആയിരിക്കാം ഉത്തരം കൊടുത്തത്. ആ ഉത്തരം കൊടുത്തതിന്റെ പരിണിത ഫലം എന്നോണമാണ് രചനാമ്മയുടെ പ്രവർത്തനങ്ങളിലൂടെ ഈ ലോകത്തില്, പ്രത്യേകിച്ച് കോൺഗ്രിഗേഷനില്, അവിടെ സന്യാസ സമൂഹത്തില്, ചുറ്റുപാടുകളിലൊക്കെ ദൈവകൃപ ഒരുപാട് വ്യാപരിക്കാൻ ഇടയായി. ഈ വഴികളിലെല്ലാം ഇത് മറിയം പറഞ്ഞതുപോലെ രചിതാമ്മ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. രചിതാമ്മയെ വിളിക്കുമ്പോൾ ചിന്തിക്കാൻ പറ്റും, ശക്തനായ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യും. നീ ജീവിതം 50 വർഷം പൂർത്തിയാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, സന്തോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് മറിയത്തെ പോലെ പറയാൻ പറ്റും. എന്നിട്ട് മറിയം പറയുക, അവിടുത്തെ ഭക്തരുടെ കഥകൾ തോറും അവിടുത്തെ കരുണ വസിക്കുന്നു. അവിടുന്ന് ഹൃദയം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരങ്ങളിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു, ശക്തരായവരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിശിഷ്ട രൂപം കൊണ്ട് സംതൃപ്തനായി. പക്ഷെ ഞാൻ കരുതുകയും 50 വർഷം എഴുതിയിട്ടാമ കണ്ടതൊക്കെ ഒരുപാട് കാഴ്ചകളുടെ ഇടയിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. ശക്തരായവരെ മറിച്ചിട്ട് നമ്മളെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സന്യാസ ജീവിതത്തിന്റെ വഴികളിലെല്ലാം കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ആണ് എൽജിത്താമയുടെ വിളിയുടെ മഹത്വം. ഈശോയുടെ സന്നിധിയിൽ ഇന്ന് എനിക്ക് പറയാൻ പറ്റും, കർത്താവേ എല്ലാം ഉപേക്ഷിച്ച് തന്നെ അനുഗമിച്ചു. എന്നിട്ട് ഈ മറിയത്തെ പോലെ പറയാൻ പറ്റുന്നു, എൽജിത്താമയ്ക്ക് പറയാൻ പറ്റുന്നു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. കാരണം മറിയത്തെ പോലെ ഇപ്പോഴും കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ശക്തനായ ഇതിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന എളിമയിലേക്ക് വരുമ്പോൾ ഒത്തിരി സദ്വാർത്തകളുണ്ടാകും. ഒരുപാട് രക്ഷകന്മാർ ഈ ലോകത്തിൽ പിറക്കും. അങ്ങനെ ഈ ലോകം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ നമ്മുടെ സമർപ്പണത്തെ നമുക്ക് ഉപയോഗിക്കാം. ആ സമർപ്പണം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ദൈവം നമ്മിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അതുകൊണ്ട് നിരാശയുടെ നിമിഷങ്ങളിലൂടെയല്ല നമ്മൾ പോകേണ്ടത്. പ്രത്യാശയോടെ ജൂബിലി നമുക്ക് പ്രത്യാശയുടെ ഒരു അനുഭവമായി തീരട്ടെ. ഇനിയും കർത്താവ് അനുഗ്രഹങ്ങൾ